ഹായ് നമസ്കാരം. എല്ലാവർക്കും അറിവിന്റെ പേടകത്തിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, നാണയപ്പെരുപ്പം അല്ലെങ്കിൽ നാണ്യപ്പെരുപ്പം നിയന്ത്രിക്കാൻ റിസർവ് ബാങ്കിന് ചെയ്യാവുന്ന ഒരു പ്രവർത്തനം എന്താണ്? സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് മത്സര പരീക്ഷകൾക്ക് ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ ഇത്. നാണ്യപ്പെരുപ്പം നിയന്ത്രിക്കാൻ റിസർവ് ബാങ്കിന് ചെയ്യാവുന്ന ഒരു പ്രവർത്തനം എന്താണ്? ഇതിൽ ഏത് പ്രവർത്തനമാണ് റിസർവ് ബാങ്കിന് നാണ്യപ്പെരുപ്പം അല്ലെങ്കിൽ പണപ്പെരുപ്പം കുറയ്ക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്നത്? അതായത് നമുക്കറിയാം എന്താണ് നാണ്യപ്പെരുപ്പം എന്ന് പറഞ്ഞാല്? തുടർച്ചയായിട്ട് വില നിലവാരങ്ങളിൽ ഉണ്ടാകുന്ന ഉയർച്ച അല്ലെങ്കിൽ വർധനവിനെയാണ് നമ്മൾ നാണ്യപ്പെരുപ്പം എന്ന് പറയുന്നത്. അപ്പൊ ഈ നാണ്യപ്പെരുപ്പം ഒരു എക്കോണമിയെ സംബന്ധിച്ച് കൂടുതലായാൽ അത് എക്കോണമിക്ക് ദോഷം ചെയ്യും. കാരണം എല്ലാവരുടെ കയ്യിലും പണമാണ് എന്നുണ്ടെങ്കിൽ പണത്തിന് ഒരു മൂല്യവും ഉണ്ടാവില്ല. നമ്മൾ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ പോകണമെങ്കിൽ പോലും എന്ത് ചെയ്യേണ്ടി വരും? ഒരു ചാക്കിൽ പണം എടുത്തിട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥ വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരു എക്കോണമിയെ സംബന്ധിച്ച് ഒരുപാട് ഇൻഫ്ലേഷനും അതുപോലെ തന്നെ ഒരുപാട് ഡീഫ്ലേഷനും ഒരിക്കലും എക്കോണമിയെ പ്രോഗ്രസിലോട്ട് നയിക്കില്ല എന്ന് മാത്രമല്ല ഒരിക്കലും അത് റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല. അപ്പോ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഒരു കേന്ദ്ര ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ? ഏതാ നമ്മുടെ കേന്ദ്ര ബാങ്ക്? RBI ആണ് നമ്മുടെ കേന്ദ്ര ബാങ്ക് അല്ലെ? RBI ഏത് വർഷമാണ് RBI നിലവിൽ വന്നത്? 1935 ഏപ്രിൽ 1 RBI നിലവിൽ വന്നത്. എന്തിനാണ് RBI നിലവിൽ വന്നത് എന്ന് പറഞ്ഞാല് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര ബാങ്കാണ് RBI അല്ലെ? അപ്പോ ഈ എക്കോണമിയില് സാമ്പത്തിക വികസനം അതോടൊപ്പം തന്നെ വില സ്ഥിരതയും ഉറപ്പാക്കുക എന്ന ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമോട് കൂടിയിട്ടാണ് RBI 1935 ഇന്ത്യയിൽ കേന്ദ്ര ബാങ്കായിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോ RBI ആണ് നമ്മുടെ എക്കോണമിയിലെ പണപ്രധാനത്തെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചാലക ശക്തി എന്ന് പറയുന്നത്. പണപ്പെരുപ്പം കൂടുതലാണെങ്കിലും പണപ്പെരുപ്പം കുറവാണെങ്കിലും RBI പലതരത്തിലുള്ള പോളിസീസിലൂടെ നയങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു? കൂടുതലായ പണപ്പെരുപ്പത്തെ കുറയ്ക്കാനും കുറവായ പണച്ചുരുക്കമാണ് എന്നുണ്ടെങ്കിൽ അത് കൂട്ടാനുമുള്ള നടപടിക്രമങ്ങൾ നടപ്പിലാക്കുന്നു. ആ നയങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പണനയം അല്ലെങ്കിൽ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, RBIന്റെ നയമാണ് പണനയം അല്ലെങ്കിൽ മോണിറ്ററി പോളിസി. ഈ പണനയം അല്ലെങ്കിൽ മോണിറ്ററി പോളിസി നടപ്പിലാക്കുന്നത് ആരാണ്? RBI ഗവർണർ ആയിട്ടുള്ള RBI ഗവർണറുടെ കീഴിൽ എന്തുണ്ട്? ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഗവർണറും ആ മോണിറ്ററി പോളിസി കമ്മിറ്റിയുമാണ് എന്ത് രൂപീകരിക്കുന്നത്? ഈ ഒരു മോണിറ്ററി പോളിസീസ് ഒരു രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാതും രൂപീകരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോ ഇനി പറഞ്ഞേ, നാണയപ്പെരുപ്പം നിയന്ത്രിക്കാനാണ്, കുറയ്ക്കാനാണ് RBIക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? ഏതാണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരിക? ഓക്കെ, ഞാൻ തന്നെ പറയാം. ഓപ്ഷൻ A ആണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്. റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുക. ഓപ്ഷൻ A ആണ് ശരി ഉത്തരം. റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുക. എന്താണ് റിപ്പോ നിരക്ക് എന്ന് പറഞ്ഞാല്? നമുക്കറിയാം ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയ്ക്കാണോ എന്ന് ഓർമ്മയില്ല, അത് കഴിഞ്ഞ വർഷത്തെ ഒരു എക്സാമിന് ഈ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റിപ്പോ റേറ്റ് എത്രയാണ്, ഇപ്പോഴത്തെ RBIയുടെ റിപ്പോ നിരക്ക് എത്രയാണ് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കാം. RBI സ്ഥിരം ഫോക്കസ് ചെയ്യുന്ന ഒരു നല്ലൊരു മെയിൻ ഏരിയ ആണ്. അതും ഇതുപോലുള്ള പണപ്പെരുപ്പം നിയന്ത്രിക്കാനുള്ള മെക്കാനിസംസ് ആണ് കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പൊ എന്താണ് റിപ്പോ നിരക്ക് എന്ന് പറഞ്ഞാല്? റിപ്പോ നിരക്ക് എന്ന് പറഞ്ഞാൽ തന്നെ റീപർച്ചേസിംഗ് അഗ്രിമെന്റ് എന്നാണ് റിപ്പോ നിരക്കിന്റെ അർത്ഥം. അപ്പോ റിപ്പോ നിരക്ക് എന്ന് പറഞ്ഞാല് നമുക്കറിയാം, ഇത് റിപ്പോ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം തന്നെ റീപർച്ചേസിംഗ് അഗ്രിമെന്റ് എന്നാണ്. അതായത് മുന്നേ തീരുമാനിച്ചിട്ടുള്ള അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു തീയതിയിൻ പ്രകാരം തിരിച്ചു നൽകിക്കൊള്ളാം എന്ന വ്യവസ്ഥയോട് കൂടിയിട്ട് RBIയിൽ നിന്ന് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ പണം കടമെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിപ്പോ എന്ന് പറയുന്നത്. അങ്ങനെ ആ റിപ്പോയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആര് ചുമത്തുന്നു? കേന്ദ്ര ബാങ്ക് ആയിട്ടുള്ള RBI ചുമത്തുന്നു. ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. നോക്കൂ, പണപ്പെരുപ്പമാണ് എന്നുണ്ടെങ്കിൽ മണി സപ്ലൈ എക്കോണമിയിൽ വളരെ കൂടുതലായിരിക്കും, എല്ലാവരുടെ കയ്യിലും പണമായിരിക്കും. അപ്പൊ RBI എന്ത് ചെയ്യുന്നു? റിപ്പോ നിരക്ക് കൂട്ടും. അപ്പൊ റിപ്പോ നിരക്ക് കൂട്ടുകയാണെന്ന് പറഞ്ഞാല് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കൂടുതലാണെങ്കിൽ പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ വന്ന് RBI അടുത്ത് കടം വാങ്ങാൻ നിൽക്കുവോ?
ഒരിക്കലുമില്ല. ആ കടം വാങ്ങുന്നതിന്റെ വ്യാപ്തി അല്ലെങ്കിൽ അളവ് എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. അപ്പോ ഇൻഫ്ലേഷൻ ആണ്, പണപ്പെരുപ്പമാണ് എന്നുണ്ടെങ്കിൽ റിപ്പോ നിരക്കുകൾ കൂട്ടുകയും ഇനി പണ ചുരുക്കമാണ് എന്നുണ്ടെങ്കിൽ റിപ്പോ നിരക്കുകൾ കുറയ്ക്കുകയും ചെയ്യുന്നു. അതുവഴി എന്ത് ചെയ്യുന്നു? കൊമേഴ്ഷ്യൽ ബാങ്കുകൾ കൂടുതൽ പണം ബോറോ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു മെക്കാനിസം മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോ ഇൻഫ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ റിപ്പോ നിരക്ക് കുറയ്ക്കുന്നു, കൂട്ടുന്നു. അതേ സമയത്ത് ഡീഫ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ റിപ്പോ നിരക്ക് എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. അതുവഴി കുറെ പണം ആർക്ക് കടമെടുക്കാൻ പറ്റും? കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കടമെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? ഇനി നോട്ട് അച്ചടിച്ചിറക്കുക എന്ന് പറഞ്ഞാൽ അത് RBIയുടെ ഒരു പരമപ്രധാനമായിട്ടുള്ള ഒരു ധർമ്മമാണ്. 1 രൂപ ഒഴികെയുള്ള എല്ലാ കറൻസികളും കോയിനുകളും അച്ചടിച്ചിറക്കുന്നത് RBI ആണ്. 1 രൂപ കേന്ദ്ര ധനകാര്യ വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്. അതും കൂടെ ഒന്ന് മനസ്സിൽ വെക്കുക. റിപ്പോ നിരക്ക് കുറയ്ക്കുക എന്നുള്ള പറഞ്ഞാൽ അത് ഡീഫ്ലേഷൻ സമയത്താണ് ചെയ്യുന്നത്. റിവേഴ്സ് റിപ്പോ നിരക്ക് കുറയ്ക്കുക അതും നമ്മൾ ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ ഇൻഫ്ലേഷൻ സമയത്ത് റിസർവ് ബാങ്കിന് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുക എന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1ഉം 2ഉമായിട്ട് ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റൻ ആണ്. വളരെ സിമ്പിൾ ആണ്. പുത്തൻ സാമ്പത്തിക നയം, ആസൂത്രണ കമ്മീഷൻ, നബാർഡ്, നിലവിൽ വന്നത്, നീതി ആയോഗ്. ഇത് ഏതാണെന്ന് വേഗം ഒന്ന് ആൻസർ ചെയ്ത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണേ, വളരെ സിമ്പിൾ ആണ്. ഏതാണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ A ആണോ B ആണോ? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നോക്കൂ, പുത്തൻ സാമ്പത്തിക നയം എപ്പോഴാണ് നടപ്പിലാക്കിയത്? 1991 ആസൂത്രണ കമ്മീഷനോ 1950 നിലവിൽ വന്നു. നബാർഡ് നിലവിൽ വന്നത് 1982 നീതി ആയോഗ് 2015. നമുക്ക് കൃത്യമായിട്ട്, വളരെ കൃത്യമായിട്ട്, ഒരു ഡൗട്ടും ഇല്ലാണ്ട് വേഗം മാച്ച് ചെയ്യാനായിട്ട് പറ്റും അല്ലെ? പുത്തൻ സാമ്പത്തിക നയം എന്താണ്? നമ്മുടെ PV നരസിംഹറാവു ഗവൺമെന്റ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ ഒന്നാണ് പുത്തൻ സാമ്പത്തിക നയം എന്നറിയപ്പെടുന്നത് അല്ലെ? പുത്തൻ സാമ്പത്തിക നയം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഓർക്കേണ്ട 3 കാര്യങ്ങളാണ്. LPG അല്ലെ? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഈ 3 കാര്യങ്ങളാണ്, ഈ 3 നയങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഓർക്കേണ്ടത്. ഓക്കെ, അപ്പൊ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത് 1991 PV നരസിംഹറാവു ഗവൺമെന്റ് ആണ് സാമ്പത്തിക രംഗത്ത് ഇത്തരം ഒരു പരിഷ്കാരം അല്ലെങ്കിൽ ഒരു പുത്തൻ വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. ആസൂത്രണ കമ്മീഷൻ പറയണ്ടാലോ അല്ലെ? ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15 നിലവിൽ വന്നത്. നമ്മുടെ ഇന്ത്യൻ എക്കോണമി ഒരുപാട് പ്രത്യാഘാതങ്ങളിലൂടെ, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ സമയത്ത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ, ഒന്നുമല്ലാതാക്കിയിരുന്ന സമ്പദ് വ്യവസ്ഥയെ ഇന്ന് ഈ രീതിയിലൊക്കെ ആക്കാനുള്ള ക്രാന്തദർശികളായിട്ടുള്ള നമ്മുടെ നയതന്ത്രജ്ഞന്മാരുടെ ഒരു പരിശ്രമം എന്ന നിലയിലാണ് ആസൂത്രണ കമ്മീഷൻ 1950 നിലവിൽ വന്നത്. ഓക്കെ, നബാർഡ് നിലവിൽ വന്നത്. നബാർഡ് അറിയാലോ, എന്താണ് നബാർഡ്? നബാർഡ് എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് അല്ലെ? ഇന്ത്യയിലെ കാർഷിക മേഖലയുടെ വികസനത്തിനും ചെറുകിട വായ്പകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്കാണ് ഏത്? നബാർഡ് അല്ലെ? ചെറുകിട വായ്പകളുടെ വലിയ വായ്പകൾ അല്ലെങ്കിൽ വായ്പകളുടെ നിയന്ത്രകൻ എപ്പോഴും ആരാണ്? RBI ആണ്. എന്നാൽ ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? നബാർഡ് ആണ്. നബാർഡ് നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? 1982 ജൂലൈ 12 നബാർഡ് ഇന്ത്യയിൽ നിലവിൽ വന്നത്. ക്ലിയർ അല്ലേ? കാർഷിക രംഗത്തെ പുരോഗതിക്ക് വേണ്ടിയിട്ടും കാർഷിക രംഗത്തുള്ള പുത്തൻ ഗവേഷണങ്ങൾക്കും വേണ്ടിയിട്ടൊക്കെയാണ് ഈ നബാർഡ് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്. ചെറുകിട വായ്പകൾക്കും ഇത് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ലാസ്റ്റ് വൺ നോക്കൂ, നീതി ആയോഗ്. നീതി ആയോഗ് പറയാൻ 2015 ജനുവരി 1 നിലവിൽ വന്നു. എന്തിനു പകരമാണ്? നമ്മുടെ ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന ഒരു സംവിധാനമാണ് നീതി ആയോഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. പുത്തൻ സാമ്പത്തിക നയം 1991 മറക്കരുത്. ആസൂത്രണ കമ്മീഷൻ 1950, നബാർഡ് 1982, അതുപോലെ തന്നെ നീതി ആയോഗ് 2015. അപ്പൊ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, അടുത്തത് ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ പ്രത്യേകത അല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓക്കെ, ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്.
ഇപ്പൊ ഭക്ഷ്യസുരക്ഷ നമുക്കറിയാലോ അല്ലെ? അപ്പൊ ഭക്ഷ്യസുരക്ഷാ നിയമം എന്താണ്? എല്ലാവർക്കും ഭക്ഷണ സാധനങ്ങൾ ലഭ്യമാക്കുക, അല്ലെങ്കിൽ ഇന്ത്യയിലെ ദരിദ്രരുടെ എണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഭക്ഷ്യസുരക്ഷാ നിയമം നമ്മൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. 2013 ഓഗസ്റ്റിൽ ലോകസഭ പാസാക്കി, 2013 സെപ്റ്റംബർ 2 രാജ്യസഭ പാസാക്കി. അതുപോലെ തന്നെ എന്താ പറയാ ഡിസംബറില് 12-ാം തീയതി, ഓക്കെ, അതായത് ഒക്ടോബർ 12 ഇത് നിയമമായിട്ട് തന്നെ നിലവിൽ വന്നു. ഓക്കെ, ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നു. അപ്പൊ ആ ഭക്ഷ്യസുരക്ഷാ നിയമവുമായിട്ട് ബന്ധമില്ലാത്ത അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകത അല്ലാത്ത പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ് അതിന്റെ പ്രത്യേകത അല്ലാത്തതായിട്ട് വരുന്നത്? ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായി എല്ലാവർക്കും സബ്സിഡി നൽകുക, അല്ലെ? അതെന്താണ് സബ്സിഡി നൽകുക എന്നുള്ളത്? എന്തിന്റെ അല്ല? ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ പ്രത്യേകതയല്ല. നോക്കൂ, ഭക്ഷ്യസുരക്ഷ സർക്കാരിന്റെ നിയമപരമായിട്ടുള്ള കടമയാണ്. ആവശ്യമുള്ള അത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കുക, അതും ശരിയാണ്. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായ അവകാശമാണ്, അതും ശരിയാണ്. ഈ സബ്സിഡി നൽകുക എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതല്ല? ഭക്ഷ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടത് അല്ല. ഓക്കെ അല്ലേ? അപ്പൊ ഓപ്ഷൻ സി ആണ് ഇതിൽ ഭക്ഷ്യസുരക്ഷയുമായിട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഭക്ഷ്യസുരക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ എല്ലാവർക്കും ഭക്ഷണം, അടിസ്ഥാന ആവശ്യമായിട്ടുള്ള ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഗവൺമെന്റുകൾ എന്താ പറയുക നമ്മുടെ PDS എന്ന് വെച്ചാൽ നമ്മൾ പൊതുവിതരണ സമ്പ്രദായത്തിലൂടെയും അതുപോലെ തന്നെ മാവേലി സ്റ്റോറുകളിലൂടെയും ഒക്കെ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഭക്ഷ്യസുരക്ഷയിൽ എന്തില്ല? സബ്സിഡി ഇല്ല. പകരം എന്തുണ്ട്? ഇത് സർക്കാരിന്റെ നിയമപരമായിട്ടുള്ള കടമയാണ്. മിതമായ വിലയ്ക്ക്, ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ സബ്സിഡി ആയിട്ടോ അല്ല അവിടെ പറയുന്നത്. എന്താണ്? മിതമായ വിലയ്ക്ക് എല്ലാ ഭക്ഷണ സാധനങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നു എന്നതാണ്. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിട്ടുള്ള സൂചനകളിൽ നിന്ന് ഏത് വക്രത്തെ കുറിച്ചുള്ള പ്രസ്താവനയാണ് ഇത് എന്ന് തിരിച്ചറിയുക. ഏതാണ് ഈ വക്രം? സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ എക്കണോമിക്സിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ ഒന്നാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിൽ ഏതാണെന്ന് ഓപ്ഷൻ എ ആണോ? നിസ്സംഗതാ വക്രമാണോ? മാർജിനൽ യൂട്ടിലിറ്റി കർവ് ആണോ? ഐസോകോണ്ട് ആണോ? ഐസോകോസ്റ്റ് ആണോ? ഏതാണ് ഇത് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം കേട്ടോ. നിസ്സംഗതാ വക്രം. ഒന്ന് ചിലപ്പോ ഒരു പക്ഷെ അതിന്റെ ഇംഗ്ലീഷിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കാം. ഇൻഡിഫറൻസ് കർവ് കേട്ടിട്ടുണ്ടോ? ഇൻഡിഫറൻസ് കർവ്, ഇൻഡിഫറൻസ് വക്രങ്ങൾ കേട്ടിട്ടുണ്ടോ? നിസ്സംഗതാ വക്രം അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവ് ആണ് ശരി ഉത്തരം. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. നോക്കൂ, കോൺവെക്സ് ആകൃതിയാണ്. ഉപഭോക്താവിന് തുല്യ സംതൃപ്തി നൽകുന്ന ബിന്ദുക്കളെ യോജിപ്പിച്ച് വരയ്ക്കുന്നതാണ്. ഇതിന്റെ ചരിവ് സീമാന്ത പ്രസ്താവന നിരക്ക് എന്നറിയപ്പെടുന്നു. പരസ്പരം കൂട്ടിമുട്ടുകയോ സ്പർശിക്കുകയോ ചെയ്യില്ല എന്നത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്, അല്ലെ? നമ്മള് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ പഠിക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക് ആണ് കൺസ്യൂമർ ബിഹേവിയർ തിയറീസ് എന്ന് പറയുന്നത്. ആ കൺസ്യൂമർ ബിഹേവിയർ തിയറീസില് ഒരു ഉൽപാദകന്റെ ഒരു ഉപഭോക്താവിന്റെ സംതൃപ്തിയെ പ്രതിനിധീകരിക്കുന്ന വക്രമാണ് ഏത്? നിസ്സംഗതാ വക്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇതായിരിക്കും എന്ത്? ഒരു നിസ്സംഗതാ വക്രത്തിന്റെ ഷേപ്പ്. ഇത് IC1, IC2, ഇത് IC3. എത്ര വേണമെങ്കിലും ഇൻഡിഫറൻസ് കർവ് നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഓൺ എക്സ് ആക്സിസില് ഗുഡ് എക്സും ഓൺ വൈ ആക്സിസില് ഗുഡ് വൈനെയുമാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇതിന്റെ ഈ കർവ് ഒന്നുമല്ല പറയണത്. നമ്മള് കമ്പോളത്തിൽ 2 ഉൽപ്പന്നങ്ങൾ ഉണ്ട് ഉപഭോക്താവിന് മുന്നിൽ, എക്സും ഉണ്ട് വൈയും ഉണ്ട്. അപ്പൊ ഇവിടെ ഈ ഒരു കർവ് എന്ന് പറയുന്നത് എക്സിന്റെയും വൈന്റെയും ഓരോ വ്യത്യസ്ത യൂണിറ്റുകൾ കൺസ്യൂം ചെയ്യുമ്പോഴും ഉപഭോക്താവിന് എന്ത് കിട്ടുന്നു? തുല്യ സംതൃപ്തി കിട്ടുന്നു. നോക്കൂ, ഫോർ എക്സാമ്പിൾ ഇതാണ് ഒരു പോയിന്റ് എന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന പോയിന്റ് ആണ് വിചാരിക്കൂ. അപ്പോ വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ ഇത്രയും യൂണിറ്റുകളും എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ ഇത്രയും യൂണിറ്റുകളുമാണ് ഒരു ഉപഭോക്താവ് പർച്ചേസ് ചെയ്യുന്നത്. പക്ഷെ ഇത്രയും വൈ ഉപയോഗിച്ചാലും കുറച്ചേ എക്സ് ഉപയോഗിക്കുന്നെങ്കിലും അതിന് കിട്ടുന്ന സംതൃപ്തി എന്താണ്? ത്രൂ ഔട്ട് ഈ കർവില് തുല്യമായിരിക്കും. ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ നിസ്സംഗതാ വക്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇതുപോലെ ചാൻസ് ഉണ്ട് നമ്മളോട് ചോദിക്കാൻ. ഇതുപോലെ വക്രങ്ങളുടെ പേരും അല്ലെങ്കിൽ അവരുടെ ആകൃതിയൊക്കെ തന്നിട്ട് അത് ഏതാണെന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോ പഠിച്ചു വെക്കുക എല്ലാതും. ഇത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഉപഭോക്തൃ സന്തുലിതാവസ്ഥയെ സൂചിപ്പിക്കുന്ന വക്രം ഏതാന്ന് ചോദിച്ചാലും അതും ഇത് തന്നെയാണ്, നിസ്സംഗതാ വക്രം എന്ന് തന്നെയാണ് പറയേണ്ടത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക.
ഇതിലേതാണ് ദേശീയ വരുമാനം കണക്കാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് അല്ലെ? ഏതൊക്കെയാന്ന് പറഞ്ഞാൽ പിന്നെ അല്ലാത്ത നമുക്ക് വേഗം പറയാലോ. ഏതാണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരിക? ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി, വിതരണ രീതി. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. വിതരണ രീതി അല്ലെ? നോക്കൂ, ദേശീയ വരുമാനം മത്സര പരീക്ഷകളിലെ ഒരു സ്ഥിരം ഏരിയ ആണ് അല്ലെ? ഈ ക്വസ്റ്റ്യൻസ് തന്നെ പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതായത് ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ ആ പേര് പറയുന്ന പോലെ തന്നെയാണ് ഒരു രാജ്യത്തിന്റെ മൊത്തം വരുമാനമാണ്. ഒരു രാജ്യം ഒരു വർഷം അല്ലെങ്കിൽ ഒരു ആഭ്യന്തര പരിധിക്കും പുറത്തുമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം മൂല്യത്തെയാണ് നമ്മൾ എന്ത് പറയണത്? ദേശീയ വരുമാനം എന്ന് പറയുന്നത് അല്ലെ? നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന്റെ അളവുകോൽ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ദേശീയ വരുമാനമാണ്. ദേശീയ വരുമാനം ഏതൊക്കെ മാർഗങ്ങളിലൂടെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഉൽപാദന രീതി വെച്ച് കണ്ടുപിടിക്കാം, ചെലവ് രീതി വെച്ച് കണ്ടുപിടിക്കാം, വരുമാന രീതി വെച്ച് കണ്ടുപിടിക്കാം. വിതരണ രീതിയാണ് ഏതിൽ ഉൾപ്പെടാത്തത്? ഈ ഒരു ദേശീയ വരുമാനത്തിന്റെ മാർഗങ്ങളിൽ കണക്കാക്കുന്ന രീതികളിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ അത്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന കണ്ടുപിടിക്കുക. ഇതും ദേശീയ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിലേതാണ് ശരി തെറ്റെന്ന് വേഗം കണ്ടുപിടിക്കുക. ഏതാണ് ഇതിൽ ശരിയായിട്ട് വരിക? വേഗം ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചേ. ഏതാണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണല്ലേ. മൊത്തം ദേശീയ ഉൽപാദനത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ ലഭ്യമാകുന്നതാണ് മൊത്തം തേയ്മാന ഉൽപ്പന്നം ആണോ? അതായത് മൊത്തം ദേശീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞാല് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. ആ GNP-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ അഥവാ തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അഥവാ NNP ആകുന്നു. ഓക്കെ, മൊത്തം ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ ലഭ്യമാകുന്നതാണ് മൊത്തം തേയ്മാന ഉൽപ്പന്നം. ഇതാണ് ഈ തന്നിരിക്കുന്നവയിൽ ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന. അതായത് മൊത്തം ദേശീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ GNP എന്നാണ് അർത്ഥം. അതിൽ നിന്ന് തേയ്മാന ചെലവ് എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ ആണ്. ഓക്കെ, ആ ഡിപ്രീസിയേഷൻ കുറച്ചാൽ എന്താ കിട്ടുക? നമുക്ക് എന്താ കിട്ടുക? ജസ്റ്റ് ഒരു ലോജിക് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്, അല്ലാണ്ട് മൊത്തം തേയ്മാന ഉൽപ്പന്നമല്ല. അങ്ങനെ മൊത്തം തേയ്മാന ഉൽപ്പന്നം എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം ഇല്ല കേട്ടോ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത്. ഏതാണ്? ഓപ്ഷൻ ഡി ആയിട്ടുള്ള പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. പൂർണ്ണ രൂപം എഴുതുക. SEBI, സെബി അല്ലെ? നമുക്ക് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്ന ഒരു മേഖലയിൽ മാത്രമല്ല നമ്മള് സ്ഥാപനങ്ങൾ പഠിക്കുമ്പോൾ അല്ലെ, സാമ്പത്തിക സ്ഥാപനങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഒഴിവാക്കാനാകാത്ത RBI-നെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഏത്? സെബി എന്ന് പറയുന്നത് അല്ലെ? ഇതിൽ ഏതാണ് സെബിയുടെ പൂർണ്ണ രൂപം? കുറെ പേര് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അല്ലെ? സെബി അല്ലെ? സെബി എന്താണ്? സെബി നമ്മുടെ എക്സ്ചേഞ്ച് ബോർഡാണ് അല്ലെ? സെബി ആണ് നമ്മുടെ എന്താ പറയാ, നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന, നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതിനുള്ള ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം. മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നതിന് ജനങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ വിപുലപ്പെടുത്തുന്ന പ്രക്രിയയാണ് മാനവ വികസനം എന്ന് പറഞ്ഞ സംഘടന ഏതാണ്? ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാനവ വികസനം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടി വരും ഒരു സംഘടന. ഏതാണത്? ഏതാണ് ആ സംഘടന? ഓപ്ഷൻ ഡി ആണ്. ഏതാണ്? UNDP ആണ് അല്ലെ? യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. അപ്പൊ UNDP, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് ആദ്യമായിട്ട് മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നതിന് ജനങ്ങൾക്ക് മാനവ വികസനം എന്ന് പറഞ്ഞ ഒരു സംഘടന വേണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടത്.
അത്തരത്തിൽ UNDP മാനവ വികസനം അളക്കുന്നതിനായിട്ട് കൊണ്ടുവന്ന ഒരു ഇൻഡെക്സ് ആണ് ഏത്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, HDI. കഴിഞ്ഞ പരീക്ഷയില് 2022 HDI മൂല്യം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ 134 ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇന്ത്യയിലെ HDI മൂല്യം എന്ന് പറയുന്നത് എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം, ഇന്ത്യയുടെ റാങ്ക് 134 ഇപ്പോഴും 134 തന്നെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മാനവ വികസനം എന്ന് പറഞ്ഞാൽ തന്നെ UNDP എന്ന് പറയുന്ന സംഘടനയെ ഓർക്കുക. അപ്പോ ആ സംഘടന കൊണ്ടുവന്ന ഒരു ഇൻഡെക്സ് ആണ് ഏത്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ?